നിങ്ങൾ ഒരു തവണ കൂടി വളരെ ഗൗരവമായി ഉയർന്നു വരുന്ന സ്ത്രീ പീഡന ചർച്ചയെ ഒരു സ്ത്രീ സരിതയുടെ കേസ് ഞാൻ കാണുന്നത് വ്യവസായ രംഗത്തേക്ക് ഒരു സ്ത്രീ വന്നാൽ അവരെങ്ങനെയൊക്കെ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമായിട്ടാണ്. സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ ഒരാവശ്യം വന്നാൽ വളയും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ്. ഇത് രണ്ടും എങ്ങും എത്താതെ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാജ ആരോപണങ്ങൾക്കിടയിൽപ്പെട്ട് ശരിയായ ആരോപണങ്ങൾ ഇല്ലാതായതുപോലെയാണ്. അതുപോലെ ഈ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും അങ്ങനെ ഇല്ലാതായി പോകേണ്ടതല്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും സാങ്കല്പിക കഥകളും വാരി വാരി എറിഞ്ഞ് ഇതുകൂടി നിങ്ങൾ ഇല്ലാതാക്കാൻ പോവുകയാണ്. കാരണം ഇവരുടെ ആഗ്രഹം തൽക്കാലം ഇതിനകത്തുനിന്നൊരു ഡൈവേർഷനാണ്. കോൺഗ്രസിന് അത്യാവശ്യം വേണ്ടത് അപ്പുറത്തേക്കുള്ള 2 പെണ്ണ് കേസ് വേണം, 2 പെൺ കഥകൾ വേണം. ആ കഥകൾക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. CPM-ന് ഈ കഥയിൽ കൂടുതൽ തെളിവുകൾ വേണം. തൽക്കാലത്തേക്ക് എന്തിനാണ് അടുത്ത ഇലക്ഷൻ ഇയറാണ്, അത് കത്തി നിർത്തിക്കുക എന്നതിനപ്പുറം ഒരു ആത്മാർത്ഥതയുമില്ല. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ സരിത കേസിൽ സ്വപ്ന സുരേഷ് കേസിൽ ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ എങ്ങുമല്ലാതെ പോയി. അന്ന് ആരോപണം ഉന്നയിച്ച ആരെങ്കിലും മാപ്പ് പറഞ്ഞു? എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞു? കേരളത്തിൽ ഏതെങ്കിലും ആരോപണങ്ങൾ തെറ്റിപ്പോയാൽ അത് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുമോ? ഇല്ലല്ലോ. അവരടുത്ത വിഷയത്തിൻ്റെ പുറകെ പോവും.